ഉദ്യോഗാർത്ഥികളെ, 2025 അവസരങ്ങളുടെ കാലഘട്ടമാണെന്ന് നിങ്ങൾക്കറിയാം. നിരവധി പരീക്ഷകൾക്ക് നിങ്ങൾ അയച്ചിരിക്കുകയാണെന്നറിയാം. അതിലൊരു സന്തോഷ വാർത്തയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് 25 എല്ലാ ആനുകാലികവും കോർത്തിണക്കിക്കൊണ്ട് നല്ലൊരു PDF തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, പല പരീക്ഷയ്ക്കും 20 മാർക്ക്, ചില പരീക്ഷയ്ക്ക് 10 ആണെങ്കിലും ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്കും 20 മാർക്കിൽ കൂടുതൽ കറണ്ട് അഫേഴ്സ് ആണ് ചോദിക്കുന്നത്. അത് അത്രമാത്രം കണ്ടന്റ് ഉൾപ്പെടുത്തി പഠിച്ചെങ്കിലേ പറ്റൂ. പണ്ടൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മന്ത്രിമാര്, അവാർഡുമാര്, ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. ഇപ്പൊ എല്ലാ ഭാഗവും പഠിക്കണം. ഏറ്റവും ഇപ്പോഴത്തെ വേദികൾ, ബ്രിക്സ് ഉച്ചകോടി, നാറ്റോ ഉച്ചകോടി, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചത് MG വാസുദേവൻ നായർ, അല്ലെങ്കിൽ മൻമോഹൻ സിംഗ്, MS സ്വാമിനാഥൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റൂ. വിയോഗങ്ങളായാലും വേദികളായാലും പ്രധാനപ്പെട്ട അവാർഡുകളായാലും നോബൽ സമ്മാനമായാലും ചന്ദ്രയാൻ 3 ആയാലും അതുപോലെ പാരാ ഒളിമ്പിക്സ് സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കോർത്തിണക്കി 2024 നല്ലവണ്ണം കവർ ചെയ്തേ പറ്റുള്ളൂ. അത്രമാത്രം കറണ്ട് അഫേഴ്സ് പഠിക്കുന്നവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക്, ഏറ്റവും നല്ല റാങ്ക് സ്കോർ ചെയ്യുന്നത്. ഒരുവിധം എല്ലാ GK എല്ലാവരും പഠിക്കും അല്ലെ? ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി, ഭരണഘടന എടുത്താൽ, എക്കണോമിക്സ് എടുത്താൽ, സാഹിത്യം എടുത്താൽ എല്ലാം ഒരുവിധം എല്ലാവരും പഠിക്കും. ഈ കറണ്ട് അഫേഴ്സിലാണ് പലർക്കും അടിപറ്റുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. കറക്റ്റ് ഓർഡറിൽ ഓരോ സെക്ഷൻ തിരിച്ച് പഠിച്ചേ പറ്റൂ. അത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. നിങ്ങളുടെ മുമ്പിൽ നിരവധി പരീക്ഷകളാണ്. സബ് ഇൻസ്പെക്ടർ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, വനിതാ പോലീസ്, അതുപോലെ നമ്മുടെ ഡ്രൈവർ പരീക്ഷകൾ അത്രമാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിരിക്കുകയല്ലേ. നിങ്ങൾ അത്രയും പ്രതീക്ഷിച്ച് പഠിക്കുക ചെയ്യുന്നത്. അപ്പം വെറും GK കണ്ടന്റ് ഒതുക്കാതെ ഈ മാർക്ക് സ്കോർ ചെയ്യുന്ന ഭാഗം എപ്പോഴും കൂടുതൽ പഠിക്കണം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു ദിവസത്തിൽ ഇത്ര നേരം മാറ്റിവെക്കുക, കറണ്ട് അഫേഴ്സിന് മാറ്റിവെക്കുക. ഏറ്റവും കൂടുതൽ മറന്നു പോകുന്ന പോയിന്റ് ഇതാ. കാരണം GK ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ ആ വേർഡുകൾ പല തവണ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ആ എപ്പോഴും നിങ്ങളുടെ ബ്രെയിനിൽ പതിഞ്ഞിരിക്കും. നിങ്ങൾ കറണ്ട് അഫേഴ്സ് ഇന്ന് പഠിച്ചിട്ട് ഈ ഒരാഴ്ച പഠിക്കാതെ അടുത്ത ആഴ്ച പഠിച്ചു നോക്കെ അതേ രീതിയിൽ തന്നെ പഠിക്കേണ്ടി വരും. കാരണം ആ വേർഡുകൾ മറന്നു പോകും. ഒരു 100ൽ എടുത്താൽ ഒരു 5%, 10% പേർക്ക് എപ്പോഴും ഓർമ്മശക്തി കറണ്ട് അഫേഴ്സ് നിൽക്കും. ബാക്കിയുള്ള ഒരു സ്ഥിരമായി ഇത് കണ്ട് ശീലിക്കുന്നവർക്ക് ആ വേർഡുകൾ ലയിക്കും. നിങ്ങൾ ഏതൊരു വ്യക്തിയെടുത്ത് ചോദിച്ചാലും കറണ്ട് അഫേഴ്സിൽ ഫ്ലോ ഉള്ളവരെ ഇപ്പം വേദികളായാലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിസഭയായാലും ഇപ്പോഴത്തെ ചെയർമാന്മാരുടെ പേരുകൾ, പുതിയ മാറിയ ആൾക്കാരുടെ പേരുകൾ, അതുപോലെ നോബൽ സമ്മാനം കിട്ടിയ പേരുകൾ, ഇതൊക്കെ പല തവണ റിവിഷൻ നടത്തി നമ്മൾ കേട്ടിട്ടില്ലേ? നിത്യാഭ്യാസി ആന എടുക്കുമെന്നല്ലേ? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് എന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തി നിൽക്കാത്ത, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പാടായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങൾ കൂടുതൽ റിവിഷൻ നടത്തുക. തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ചിട്ട് ശനി ഞായറും ആ കറണ്ട് അഫേഴ്സിന് വീണ്ടും ഒരു റിവിഷൻ ടൈം കൊണ്ടുവരിക. അങ്ങനെയൊക്കെയാണ് ഇതിലോട്ട് മാറി വരുന്നത്. ഇത് സമയമാകുമ്പോൾ ഈ പരീക്ഷയുടെ അടുക്കുന്ന സമയത്ത് പലരും കുറച്ച് കറണ്ട് അഫേഴ്സ് എടുത്ത് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൊച്ചു കറണ്ട് അഫേഴ്സ് മാറിപ്പോകുന്നത്. ചില ഓരോ സ്റ്റേറ്റിൽ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ജില്ലയിൽ നടക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ മന്ത്ലി ബേസും ഡേറ്റ് ബേസ് വെച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് പഠിച്ചേ പറ്റൂ. അതിന് നിങ്ങൾക്ക് ഒരു സമഗ്രമായ ഒരു ബുക്ക് ഞങ്ങൾ ഒരു PDF ആക്കി എൻട്രി എല്ലാം 2024 കോർത്തിണക്കിയ എല്ലാ കാര്യങ്ങളും ഓരോന്നും സെക്ഷൻ തിരിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് തന്നെയാണ്. അത് സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് തൊട്ട് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് PDF ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ എഴുതിട്ട് അത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത്, അല്ലാതെ മൊബൈലിൽ ഇരുന്ന് പഠിക്കരുത്. ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് തന്നെ ഓരോ പേജ് അനുസരിച്ച് പഠിച്ചു തുടങ്ങണം. അത്ര പ്രാധാന്യമാണ് കറണ്ട് അഫേഴ്സിന്. നിങ്ങൾക്കറിയാലോ, കട്ട് ഓഫുകളെല്ലാം ഇപ്പോൾ ഉയരുകയാണ്. പല പരീക്ഷയുടെയും കട്ട് ഓഫുകൾ ഉയരുക. ഇത് ആരാ ഉയർത്തുന്നത്? നിങ്ങൾ തന്നെയാണ്. പഠിക്കുകയാണ്. അത്രമാത്രം ആത്മാർത്ഥമായിട്ട് പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പഠിക്കുന്നവനാണ് മാർക്ക് സ്കോർ ചെയ്ത് ആ കട്ട് ഓഫിൽ ഉൾക്കൊള്ളുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഞാനെന്നും പഠിക്കുന്നുണ്ടല്ലോ സാറേ, പക്ഷെ എൻ്റെ വിധിയാണ്, എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നല്ല പറയണ്ടേ. നിങ്ങൾക്ക് ചിലപ്പോൾ 1 മാർക്കിനോ 5 മാർക്കിനോ 2 മാർക്കിനോ ആയിരിക്കും നിങ്ങൾ ഔട്ടായത്. അപ്പൊ ആ മാർക്ക് കയറിയതാര്, ആ ലിസ്റ്റിൽ വന്നതാര്, കട്ട് ഓഫിനകത്ത് വന്നതാര്, അത്രമാത്രം ഡെഡിക്കേഷൻ നടത്തി അവൻ മനസ്സിലാക്കി, ആ കുട്ടി മനസ്സിലാക്കി എൻ്റെ പാളിച്ച ഏതാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്നത് കറണ്ട് അഫേഴ്സിലാണ്. GKയും അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരങ്ങളെല്ലാം ഞാൻ പഠിച്ചു. ജോഗ്രഫിയിലെ ഓരോ വേർഡുകളായാലും സ്കൂൾ ടെസ്റ്റുകളായാലും എല്ലാം നിങ്ങളിപ്പം കവർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ദിവസത്തിലെ ഇത്ര സമയം കറണ്ട് അഫേഴ്സിന് മാറ്റിവെക്കുക, ഇത്ര പേജ് വീതം എടുത്തോ. നിങ്ങൾക്ക് ആ PDF കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രമാത്രം കണ്ടന്റ് ഉൾപ്പെടുത്തി നിങ്ങളുടെ സ്പന്ദനം അറിഞ്ഞാണ് ആ PDF ഈ 2024 സമഗ്രമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ഡൗൺലോഡ് ചെയ്ത് അത് ഇപ്പോൾ തന്നെ കടയിൽ കൊണ്ടുപോയി ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് പഠിച്ചു തുടങ്ങുക. 2025 നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.